ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജനുവരി 7 മുതൽ 13 വരെയുള്ള ഒരാഴ്ചക്കാലം ലയൺസ് ക്ലബ് 318 ഇയുടെ നേതൃത്വത്തിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തും. കുട്ടികളിലെ ക്യാൻസർ, പാലിയേറ്റീവ്, ജീവിതശൈലി രോഗങ്ങൾ, ജീവകാരുണ്യ, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന് സാരഥികൾ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന ഒരു പ്രധാന പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മുടെ ചൈൽഡ്ഹുഡ് ക്യാൻസർ സെന്ററിലേക്ക് അവരുടെ ആവശ്യപ്പെട്ട പ്രകാരം മൾട്ടി പാരാ മോണിറ്റർ എന്ന് പറഞ്ഞൊരു മെഷീൻ അവർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അത് ഈ വർഷം കൊടുക്കാൻ തീരുമാനിച്ചു. ഏകദേശം 1 ലക്ഷം രൂപ വരുന്ന മെഷീനാണത്. അത് ഓൾറെഡി അത് ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു 5000 കുട്ടികൾ ഓരോ സ്കൂളുകളിലായിട്ട് ഡ്രഗ് അവയർനെസിന്റെ ക്യാമ്പ്, കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായ ഡ്രഗ് അവയർനെസിന്റെ ക്യാമ്പ്, അതേപോലെ തന്നെ ഗൈനക് അവയർനെസ്, പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വരുന്ന ഡയബറ്റിസ്, അതിലുള്ള കുറേ വിഷയങ്ങളെ ബോധവൽക്കരിക്കുന്ന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ലയൺസ് ഇന്റർനാഷണൽ സ്ഥാപകൻ മെൽവിൻ ജോൺസിന്റെ ജന്മദിനാചരണത്തിന്റെ ഭാഗമായാണ് സേവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനുവരി 7-ന് വെള്ളിപ്പറമ്പിലുള്ള ചൈൽഡ്ഹുഡ് ക്യാൻസർ കെയറിലേക്ക് 1 ലക്ഷം രൂപ വില വരുന്ന മൾട്ടിപർപ്പസ് മോണിറ്റർ നൽകും. ജനുവരി 8-ന് വിവിധ സ്കൂളുകളിൽ 5000-ഓളം വിദ്യാർത്ഥികൾക്ക് ഡ്രഗ് അവയർനെസ്, ഡയബറ്റീസ്, ഗൈനക് അവയർനെസ് തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. ജനുവരി 9-ന് വിഷന്റെ ഭാഗമായി മാങ്കാവ് ഓട്ടോ ഡ്രൈവേഴ്സ്, വലിയങ്ങാടി ചുമട്ടുതൊഴിലാളികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർക്കായി നേത്ര പരിശോധനാ ക്യാമ്പും സൗജന്യ കണ്ണട വിതരണവും നടത്തും. ഇതിനു പുറമെ കാട് വെട്ടിത്തെളിയിക്കുക, ഫുഡ് കിറ്റുകൾ വിതരണം ചെയ്യുക, ഹരിതകർമ്മ സേന പ്രവർത്തകരെ ആദരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളും നടത്തും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലയൺസ് ഡിസ്ട്രിക്റ്റിലെ എല്ലാ ജില്ലകളിലും നടത്തുമെന്നും ചെയർമാൻ N. സുഭാഷ് നായർ, പ്രിൻസിപ്പൽ അഡ്വൈസർ E. അനിരുദ്ധൻ, K. രമേശ് നായർ, PM ഷാനവാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ വുമൺ അസോസിയേഷൻ നവവത്സരാഘോഷങ്ങൾ നടത്തി. പത്മശ്രീയിൽ